ആ കൊമ്പങ്കാട് പോയ അംസന്റെ ഓട്ടർഷക്കാണ് വരാന്ന്. ബെൻസിയാ പിന്നെ ആ ഫൈന് കിട്ടിയ ശേഷം എടുത്തിട്ടില്ല. 500 രൂപ ഫൈൻ വന്നു. ജിന്നിട്ട് കണ്ട് വല്ലാതെ ഊതണ്ട. ഞാൻ ഈ ടീമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അനവധി കാലം. എന്നാലും ഞാൻ പോവാണേ. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടീന്ന് കുൽസും കൂടി ഇട്ടാലല്ലേ. ഒറ്റ മിനിറ്റ് ഓൾട്ടി കൊടുക്കാം പാൽക്കായ കച്ചവടത്തിനോ. ഞാൻ ക്ലാസ്സിൽ പോണെന്റെ ബസ് ഇപ്പൊ പോകും. നിങ്ങൾക്കല്ലേ ഹോട്ടൽ തുടങ്ങായിട്ട് തിരക്ക്. ഞാനിവിടെ ഈച്ചാനെ കൊന്നു മടുത്ത്. എത്രയും പെട്ടെന്ന് എന്റെ സ്വർണ്ണം എടുത്താന്നുണ്ടല്ലോ. 5 കപ്പ് അത് ഞങ്ങൾക്കാണ്. ഞാനേ അന്റെ മാതിരി കപ്പ് കണ്ട് വൈത്താലെ കൂടിയതല്ല, കളി കണ്ടിട്ട് വൈത്താലെ കൂടിയ മനുഷ്യനാണ്. ഞാൻ ജയിലിൽ പോയി കിടക്കും. കുഴിമന്തി തുടങ്ങിയാൽ ആള് കയറുള്ളൂ. ഇപ്പൊ കുഴിമന്തിയാ ട്രെൻഡ്. കുഴിമന്തി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ. 2-3 കൊല്ലായോളം ഈ പാൽക്കായ സഞ്ചിയും പിടിച്ചു കണ്ട് ഡിഗ്രിക്ക് ഇങ്ങനെ പോക്ക് തുടങ്ങിയിട്ട് 10 ഉറുപ്പ്യന്റെ ഉപകാരം ഇല്ലാതെ ഒറ്റ ഒന്ന് പഠിച്ചാൻ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ. ചേട്ടാ 3 പൊറാട്ട ഒരു ബീഫ് റൈസ്. പറഞ്ഞിട്ട് എന്താ കപ്പ് 5 ഞങ്ങൾ എന്നെ കൊണ്ടുപോയത് അറിയാം. ഇന്ന് വൈകുന്നേരം നമുക്ക് 7up ഒന്ന് കൊടുത്താലോ. അയ്യത്തെ പച്ച ഞങ്ങൾക്ക് ഇട്ടൊന്ന് ഊറ്റിയായി. എന്നാ മര്യാദക്ക് ഞാനിപ്പോ എടുത്ത വീഡിയോ എല്ലാവർക്കും ബീഫ് ഫ്രൈയും പൊറാട്ടയും. ഇന്നലെ കൊറേ മണ്ടന്മാര് വന്നേനെ കൊടുമ്പോൾ രക്ഷ. ഞാൻ പോവൂല. എല്ലാം കൊമ്പങ്കാട് കോയനുള്ളിൽ പറ്റാൻ നിക്കണതേ. ഇന്നിപ്പോ എന്താക്കൂ. അതാ ഇന്നലെ വന്ന മണ്ടം പിന്നെ. ചേട്ടാ 3 പൊറാട്ട ഒരു ബീഫ് ഫ്രൈ. എഡിറ്റ് ചെയ്തിട്ടുണ്ടേ അത് നിങ്ങളെ ഏതെങ്കിലും മൊബൈൽ ഇട്ടാണ്ട് എഡിറ്റ് ചെയ്താൽ ഇതിലൊന്നും അത് നടക്കൂല. മര്യാദക്കിന്റെ ഊത്ത എഡിറ്റ് ചെയ്തെന്നോ സർജന്റിന്റെ ഗ്രൂപ്പൊക്കെ വിടാനുള്ളതാണ്. ഇവർക്ക് ഉണ്ടാക്കും ബിരിയാണി, എനിക്കൊരു സുലൈമാനി. അല്ലാന്ന് ഇന്നലെ ഓൻ വന്നേരാന്ന് എല്ലാരും വന്ന്. ഇന്ന് ഓൻ വന്നേരം എല്ലാരും വന്ന്. നിങ്ങൾ ഓനോട് ചോദിച്ചു നോക്കിയോക്ക്. നിങ്ങൾ ഊതാതെ തന്നെ ആ ചങ്ങായി ഗ്രൗണ്ടിൽ കടന്ന് ഉരുളാണ്. ഇവിടെ സ്ഥിരമായിട്ട് നിക്കുവോന്ന്. എന്നാ ഓന് നമുക്ക് ഫ്രീ ആയിട്ട് ബീഫും പൊറാട്ടയും കൊടുക്കാതെ. ശരിയാ, ഞാൻ ചോദിച്ചു നോക്കാം. എന്നോടും കൂടിയാ പറയണ്ടേ. എന്തായാലും ഇത് തീരുമ്പോത്തിന് എനിക്ക് തരണ്ടേ. ഞാൻ വാങ്ങിയ മുതലാണ്. അല്ല, ചോദിക്കുന്നേ കൊണ്ടൊന്നും വിചാരിക്കാതെ നിങ്ങൾ വരുന്ന ദിവസം എല്ലാം ഫുള്ള് ആൾക്കാരാ നിങ്ങളെ വയ്യ തന്നെ വരുന്നത്. അത് കുറച്ച് നേരത്താക്കിന്നുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മോൾട്ടിന്റെ മാരിയങ്ങാനും 3-4 കൊല്ലം ഡിഗ്രിക്ക് ഇറങ്ങാൻ സമയം കഴിച്ചാല് ഒക്കെ ഇറങ്ങേണ്ടി വരും കൊമ്പക്കാട്ടിൽ. ഒരു സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമോ? നിങ്ങൾക്ക് എല്ലാ ദിവസം ബീഫ് ഫ്രൈയും പൊറാട്ടയും ഞാൻ ഫ്രീ ആയി. ഓഫറൊക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നോ? നിങ്ങൾക്ക് ബീഫ് ഫ്രൈനോട് വാങ്ങിയ മുതലേ ടീമിൽ മൊത്തം മറിച്ചില്ലേരാ. 3 കൊല്ലത്തെ സമയം എനിക്ക് ഞാൻ തരും. അതിന്റെ ഉള്ളിൽ പഠിച്ചിട്ട് പൈസ പെരീക്കൽ കൊണ്ടുവരണം. അല്ലാത്തോല് മുഴുവൻ ഇറങ്ങി പോയിക്കോളി പേരിന്ന്. അക്ഷരം പഠിച്ചാൽ നിങ്ങൾ ഇറങ്ങി. പറയുവാണോ? തേരാ. നിങ്ങളെ കറുത്ത കണ്ണട വെച്ച ആളെ കണ്ടുക്കോ. പാവട്ടോ, അയാൾക്ക് കണ്ണാണെല്ലാം തോന്നുന്നു. ആയിക്കോട്ടെ, ഞാൻ തിരെ പോണ്ട ആവശ്യം. അപ്പൊ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഉടുക്കാൻ പോവാ. പോണാവത്തേക്ക് അതിന്റെ മതത്താണ്. അയാൾ കണ്ണോട്ടൊന്നല്ല, അയാൾ ഗുണ്ടയാ ഗുണ്ട. അയാളിന്ന് പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കായിട്ട് അയാൾ എന്നെ ഓടിച്ച് ഇവിടെ കയറ്റിയതാ. ഇവിടെ CCTV ജോലി കിട്ടുന്ന ഉറപ്പാ? ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇപ്പച്ചിനെ പഠിച്ചാൻ വിട്ടില്ല, എടാ കുഞ്ഞാപ്പോ കൂട്ടൊന്നും പറയാൻ. ഓക്കെ, ഞാൻ അറിയാതെ ഒരു ലാപ്ടോപ്പ് നിറഞ്ഞു പൊട്ടിച്ചു. എവിടെ നല്ലൊരു ലാപ്ടോപ്പ് കിട്ടുക? പക്ഷെ പുതിയതും കാര്യണ്ടേ. ഞാനിപ്പോ 3 കൊല്ലായി ഡിഗ്രി പഠിക്കാൻ പോയിട്ട് എനിക്ക് ഇതുവരെ ഒരു ജോലി റെഡി ആയിട്ടില്ല. അത് ശരി തന്നെയാണ് വോൾട്ടേജ് പറഞ്ഞത്. എടാ ഇജിന്റെ മാതിരി ആവണ്ട. ആവില്ല, ഞാൻ ആണാണ്. സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും മതി. സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എവിടെ അറിയോ? മാക്ലിറ്റി അറിയുന്ന ഷോപ്പ് ഉണ്ട്, അവിടെ പോയിക്കോളെ. മാക്ലെറ്റ് എങ്കിൽ മാക്ലെറ്റ് എവിടെ പോയാലും മതിയില്ല. കുറഞ്ഞ പൈസക്ക് സെക്കൻഡ് പൊട്ട അതല്ല. ഇജ് ഡിഗ്രിക്ക് പോവാണെങ്കിലേ നമ്മളെ കോട്ടക്കലുള്ള എജു സ്റ്റാർ അക്കാദമിക്ക് പോയിക്കോ. അവിടെ ആവുമ്പോഴേ 3 കൊല്ലം കൊണ്ട് ഡിഗ്രിയും സാധനം കിട്ടിയാൽ മതി. നിങ്ങൾ പോയിക്കോളി. കോഴിക്കാല് പോലാക്കി വാങ്ങി തരാ ഉണ്ടല്ലേ. നല്ലൊരു ഷോപ്പ് ഉണ്ട്, മാക്ലെറ്റ് എന്നാണ് പേര്. പിന്നെ ജോലി വേറെ അന്വേഷിക്കണ്ട, ഓലനാക്കി തരും.
ആണോ ആ. എന്നാ എനിക്കും ഇപ്പൊ തന്നെ അവിടെ പോയി ചേരാൻ പറ്റുമോ? ആ ചേരാൻ പറ്റൂടാ. അത് മാത്രല്ല ഡിഗ്രി കഴിഞ്ഞവർക്കേ അവിടെ പോയിട്ട് ഒരു അടിപൊളി ലാപ്ടോപ്പ് വാങ്ങിക്കോ. അപ്പൊ പൈസ പൈസ ഞാൻ തരും, ഉറപ്പാ? ഞാൻ വാങ്ങിത്തരും. ഒരു കൊല്ലം പഠിച്ചാൽ അവിടെ ജോലിയും കിട്ടും. ഞാനും അവിടെ ചേർന്നാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാണ്. എന്നാ നമുക്ക് രണ്ടാക്കും അവിടെ പോയി അന്വേഷിച്ചാലോ? എന്നാ പാ പോയി നോക്ക. ആ ഇപ്പൊ തന്നെ അറിഞ്ഞാൽ നന്നായി. മറ്റേ 3 കൊല്ലം ശങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഈ പെരേന്ന് പുറത്തു പോകേണ്ടി വരും. ആരറിഞ്ഞ കൊമ്പങ്ങാട് എന്റെ പറ്റി വണ്ടിക്കത്തെ ചീരാപ്പേറ്റുണ്ട് വെള്ളം ഇങ്ങനെ ഉറ്റാന്. ഈ പിള്ളേം കൊണ്ട് മാത്രം എന്നെ അടിക്കാണ്ട് വെറുതെ വിടുന്നത്. പുറത്തിറങ്ങി അടി ഉറപ്പാ. 12 സ്പാൻഡർ എടുത്താ 76-30 എടുക്കണം. വേഗം നടക്കേ. കുഞ്ഞാപ്പു നമ്മുടെ